ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അയർലൻഡിൽ കുപ്പി പറക്കി കച്ചവടം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ആ വീഡിയോ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സ്നേഹിതർ, ഒപ്പം കേരളത്തിലെ 1 മില്യണിലധികം ആൾക്കാർ ആ വീഡിയോ കണ്ടു, ഷെയർ ചെയ്യപ്പെട്ടു. നിരവധി ഗ്രൂപ്പുകളിൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തു. എല്ലാവരും കണ്ടു. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന നിരവധി പേർക്ക്, എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ പരിചയമുള്ള മേഖലകളിലുള്ളവർക്കൊക്കെയും അത് ഒരുപാട് മാനസികമായി വിഷമമുണ്ടാക്കി. കുറച്ച് പേർക്കെങ്കിലും അത് സന്തോഷവും പ്രദാനം ചെയ്തു. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാനസികമായി വിഷമമുണ്ടായവരോട് അതിയായി ഖേദിക്കുന്നു. അവരോട് ക്ഷമ ചോദിക്കട്ടെ. നിങ്ങളെ വിഷമിക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നും അതിലില്ല. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഒരു മാനസിക അവസ്ഥയിലൂടെ ഒന്നുമല്ല ഞാൻ കടന്നു പോകുന്നത്. ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. ഭാര്യയും മക്കളും എല്ലാമായിട്ട് സുഖകരമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, സാരി വിസയിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അവന് ജോലിയൊന്നും അവിടെ ആയിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കുപ്പിയൊക്കെ പറക്കി ജീവിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. അവന് തിരിച്ചു വന്നാൽ പോരെ, നീ ഇങ്ങ് തിരിച്ചു വാ മോനെ, നാട്ടിലെവിടെ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെയുള്ളൊരു ദുരിതത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. അതല്ല എങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തരാനുള്ള മാർഗം ഒപ്പിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരവധി പേരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളിൽ എന്നെ ഉൾപ്പെടുത്തിയത്. ഏറെ സന്തോഷം. നിങ്ങളുടെ കരുതലിന്, നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ വാത്സല്യത്തിന്. പിന്നെ ചിലർക്കൊക്കെ അതിലൂടെ സന്തോഷം പകർന്നെന്ന് പറഞ്ഞത് അവൻ ആ ഗതിയിൽ എത്തിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ സന്തോഷിക്കുന്നവരുമുണ്ട്. അവരോടും എനിക്ക് ഒത്തിരി സ്നേഹം മാത്രമേ ഉള്ളൂ. അതിൻ്റെ സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഫർമേഷനാണത്. അയർലൻഡിൽ അല്ലെങ്കിൽ യൂറോപ്പ് മേഖലകളിൽ, ഗൾഫ് മേഖലയിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ നമുക്ക് കുപ്പികൾ വെളിയിൽ വലിച്ചു വാരി കളയാൻ പറ്റത്തില്ല. നമ്മൾ ബോട്ടിലുകളൊക്കെ കടയിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പി, അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സി, അങ്ങനെയുള്ള ബിയർ ക്യാനുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുപ്പികൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് അവർ നമ്മുടെ നിന്ന് ആ ക്യാനിനുള്ള പൈസ എക്സ്ട്രാ വാങ്ങും. ഒരു 15 രൂപ, ഇന്ത്യൻ മണിയായിട്ട് പറഞ്ഞാൽ 15 രൂപ, 25 രൂപ ഒക്കെ അവർ അഡീഷണലായിട്ട് നമ്മളോട് ചാർജ് ചെയ്യും. ഈ കുപ്പി നമ്മൾ വേറെ എങ്ങും വലിച്ചെറിയാതിരിക്കാൻ അവരുടെ കടകളിലെല്ലാം ഇതിൻ്റെ മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ തിരിച്ച് അവിടെ നിക്ഷേപിക്കുമ്പോൾ ആ പൈസ നമുക്ക് തിരികെ ലഭിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ അതിലൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കുപ്പികൾ നമുക്ക് കൊണ്ട് കൊടുക്കാം. അത് ഇവിടെ ഒരു തൊഴിലല്ല, അത് ഇവിടുത്തെ ജനത ഒന്നടങ്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, സേവനമാണ് എന്ന് പറയാം. അപ്പം അത് ചെയ്യേണ്ട കടമ എല്ലാവർക്കും ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവരവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ നാണക്കെടേണ്ട ആവശ്യമുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടിലാണ് അങ്ങനെയൊക്കെ പറയുന്നവർക്ക് അതൊരു നാണക്കേടും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് അവർ വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും അല്ല സംഭവം. ചിലർ പറഞ്ഞു അവന് അവിടുത്തെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള കുപ്പികളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്ന്. അങ്ങനെ എനിക്ക് ചെയ്യാനൊരു സൗകര്യം ആരെങ്കിലും തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് സ്വീകരിക്കും. കാരണം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ ഇവിടുത്തെ ഒരു വീട്ടുകാരും അല്ലെങ്കിൽ അടുത്തുള്ളവരാരും തന്നെ ആ കുപ്പി നമുക്ക് തരാറില്ല. അവരവർ സ്വന്തമായിട്ട് തന്നെ കൊണ്ടുപോയി അവരവർ തന്നെ തിരിച്ച് ആ പൈസ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടുകയായിരുന്നെങ്കിൽ നല്ലൊരു കോടീശ്വരനാകാൻ നമുക്ക് സാധിക്കും. അതിനുള്ള വരുമാന മാർഗം അതിലൂടെ ലഭിക്കും. അതാണ് സത്യം. പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വിഷമിപ്പിച്ചു. അതൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലും ഈ ഒരു സംവിധാനം വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. 5 രൂപ അല്ലെങ്കിൽ 2 രൂപ 1 രൂപ ഒക്കെ അതിന് ചാർജ് ചെയ്താലും ആ കുപ്പി വെളിയിൽ കളയാതെ അങ്ങനെ ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ, റീസൈക്കിൾ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. നമുക്ക് മാലിന്യമുക്ത ഭാരതം അല്ലെ കേരളം എന്നൊക്കെ പറയുന്നത് പോലെ ഇതുവഴി പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടത്. അപ്പോൾ എനിക്ക് ഏതായാലും ഇവിടെ മാന്യമായൊരു ജോലി തൽക്കാലം ഇവിടെ ഉണ്ട്.
ഇവിടെ ഏത് ജോലി ചെയ്താലും, ഇനി കുപ്പി പറക്കാൻ പോയെന്ന് പറഞ്ഞാലും അതിനും ഇവിടെ മാന്യതയുണ്ട്. നമ്മുടെ നാട്ടിലാണ് അതിനൊക്കെ മാന്യതയില്ലാത്തത്. അപ്പോൾ ഇവിടെ ഒരു തൊഴിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു പ്രശ്നമല്ല. ഇവിടെ സാരി വിസായി വരുന്നവർക്കൊക്കെ, അതൊക്കെ പണ്ടായിരുന്നു സാരി വിസയൊക്കെ ഉള്ളത്, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യരും ഇവിടെ ഇല്ല. തീരെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ, അവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവർ വീട്ടിലിരിക്കും, കൊച്ചുങ്ങളെ നോക്കും. എങ്കിലും അവർക്കും സർക്കാരിൽ നിന്ന് വീട്ടിലിരിക്കുന്നതിന് പൈസ വേറെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് ഇവിടെ മാന്യമായിട്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട്. അതിലൊന്നും ആരും സങ്കടപ്പെടരുത്. അപ്പോൾ അങ്ങനെ വേദനപ്പെടുന്നവർ ദയവായി ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. നിങ്ങൾക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലെ സംരക്ഷിച്ച് നമ്മൾ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി അവിടെ തന്നെ കഴിയുക. അപ്പോൾ ഇങ്ങനെ എല്ല് മുറുകി പണി ചെയ്യാൻ കഴിവുള്ളവർ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തേടി ഇങ്ങോട്ട് വരാം. പണി നല്ലപോലെ ചെയ്യണം. അധ്വാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സത്യത്തിൽ ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നു കഴിഞ്ഞാണ്. ഇവിടെ കിട്ടുന്നതിന് ഏകദേശം പകുതി കാശൊക്കെ നമുക്ക് നാട്ടിലും കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവിടെ ഇത്രയും പണി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ പണി ചെയ്യണം. അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. നമുക്കൊരു മെയ്വഴക്കമൊക്കെ ഉണ്ടാവും. എക്സസൈസ് വേറെ ആവശ്യമില്ല. 8 മണിക്കൂർ അല്ല 12 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്യണം. ആഴ്ചയിൽ നമ്മളൊരു 40 മണിക്കൂർ മിനിമം ജോലി ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാന്യമായ ശമ്പളം അതിലൂടെ ലഭിക്കുന്നുണ്ട്. ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ കുടുംബം സംരക്ഷിച്ച് പോകാം. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ളവർ സ്നേഹമായിട്ട് സന്തോഷമായിട്ടൊക്കെ കഴിയുന്നു. നിങ്ങളുടെ ക്ഷേമം കരുതലിനൊക്കെ നന്ദി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതിനകത്ത് ഒത്തിരി പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ കുപ്പി മറ്റൊരാൾ വലിച്ചെറിയുന്നതല്ലേ, അതാണോ നിങ്ങൾ പറക്കിയെടുക്കുന്നത്? പിന്നെന്താ, കുപ്പിച്ചില്ലുകളുള്ള കുപ്പി അല്ലെ ഗ്ലാസിൻ്റെ കുപ്പികൾ നിങ്ങളത് പിന്നെ വലിച്ചെറിയുകയല്ലേ? പ്ലാസ്റ്റിക് മാത്രമല്ലേ സംരക്ഷിക്കുന്നുള്ളൂ? അതൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നീട് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെയും കരുതലിന് നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു. ബൈ ബൈ.